സ്വാഗതം എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2020 ഡിസംബർ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള സോഷ്യൽ സയൻസ് കാറ്റഗറി 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് ബാക്കിയുള്ള 40 ക്വസ്റ്റ്യൻസാണ് ഇന്നിപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് വീണ്ടും നിങ്ങൾ കാറ്റഗറി 3 ആണെങ്കിൽ പോലും അതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക, എല്ലാം SCRT ലെവൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ പറ്റുവാണെങ്കിൽ മാത്രം ഫോളോ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ അടുപ്പിച്ച് തന്നെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം അങ്ങോട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ? സമയം അധികം കളയുന്നില്ല, നമുക്ക് ഓരോ ക്വസ്റ്റൻ ആയിട്ട് നോക്കാം. നമ്മൾ 113ാമത്തെ ചോദ്യം വരെയാണ് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്, അല്ലേ? 113ാമത്തെ. അപ്പം 114ാമത്തെ ക്വസ്റ്റൻ നോക്കാം. എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കിയേ. ടെനർ ഓഫ് എ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇൻ ഇന്ത്യ. ടെനർ ഓഫ് എ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലേ? അപ്പോൾ ഇതിൻ്റെ കാലാവധി എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ, അല്ലേ? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, നിയമസഭയുടെ കാലാവധി എത്രയാണ് എന്നാണ് ചോദിച്ചത്, അല്ലേ? അപ്പോൾ എത്രയാണ്? 4 years, 6 years, 7 years and 5 years, അല്ലേ? 4 years, 6 years, 7 years and 5 years. എല്ലാവർക്കും അറിയുന്നതിനാണ് എത്രയാണ്? 5 വർഷമാണ്, അല്ലേ? 5 വർഷത്തെ കാലാവധിയാണ് ഉള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? അടുത്തത് നമ്മൾ കുറച്ച് സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. ഓക്കെ, ഹു ഗേവ് ലീഡർഷിപ്പ് ടു ദി ലോങ് മാർച്ച് ഇൻ ചൈന? ഹു ഗേവ് ലീഡർഷിപ്പ് ടു ദി ലോങ് മാർച്ച് ഇൻ ചൈന? ഓക്കെ, ചൈനയിലെ ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത് ആര് എന്നാണ് നോക്കാം. ചിയാങ് ഷെയ്ഖ്, ഡെങ് ഷോപ്പിംഗ്, പിന്നെ മാവോ സേതുങ് ആൻഡ് സൺ യാസെൻ. ഓക്കെ, മാവോ സേതുങ് ആണ് സൺ യാസെൻ. അപ്പോൾ ഇതിൽ ആരാണ് ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയതെന്നാണ് ചോദിച്ചത്, അല്ലേ? ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത് ആര്? അപ്പോൾ ആരാണ്? ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ചതാണ്. ഏതാണ്? ഓപ്ഷൻ സി മാവോ സേതുങ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. കേട്ടോ, ആരാണ്? ഓപ്ഷൻ സി മാവോ സേതുങ്. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പോകുന്നു. 116ാമത്തെ ചോദ്യം. ഐസോബാർസ് ആർ. എന്താണ് ഐസോബാർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദ്യം. ഐസോബാർ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താണ് ഐസോബാർ? ഓപ്ഷനിലേക്ക് പോകല്ല, ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇനി ഓപ്ഷൻ നോക്കിയേ. ഇമാജിനറി ലൈൻസ് ജോയിനിങ് പ്ലേസസ് വിത്ത് സെയിം അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇമാജിനറി ലൈൻസ് ജോയിനിങ് പ്ലേസസ് വിത്ത് സെയിം ആറ്റിറ്റ്യൂഡ്. ഇമാജിനറി ലൈൻസ് ജോയിനിങ് പ്ലേസസ് വിത്ത് സെയിം ടെമ്പറേച്ചർ. ആൻഡ് ഓപ്ഷൻ ഡി ഇമാജിനറി ലൈൻസ് ജോയിനിങ് പ്ലേസസ് വിത്ത് സെയിം വിൻഡ് സ്പീഡ്. അപ്പോൾ എന്താണ് ഐസോബാർ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? ഒരുപോലെയുള്ള അന്തരീക്ഷ മർദ്ദവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവുക, അല്ലേ? അപ്പോൾ അതാണ് ഒരു ഓപ്ഷൻ. അന്തരീക്ഷ മർദ്ദം, അറ്റ്മോസ്ഫിയർ പ്രഷർ ഇവിടെ പറയുന്നത് ഓപ്ഷൻ എയിലാണ്. ഇമാജിനറി ലൈൻസ് ജോയിനിങ് പ്ലേസസ് വിത്ത് സെയിം അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അല്ലേ? ഒരുപോലെയുള്ള അന്തരീക്ഷ മർദ്ദമുള്ള പ്രദേശങ്ങൾ തമ്മിൽ നമ്മൾ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖ. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എന്ത്? ഐസോബാർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, 117. വിച്ച് എമംഗ് ദ ഫോളോയിങ് കൺട്രീസ് സീസ് ദ സൺറൈസ് ഫസ്റ്റ്? ഓക്കെ, സൺറൈസ് ആണ് പറഞ്ഞത്. അപ്പോൾ സൂര്യോദയം ആദ്യമായിട്ട് കാണുന്ന രാജ്യം ഇതിലേതാണ്? ഏതാണ്? പാകിസ്ഥാൻ, ജപ്പാൻ, ബംഗ്ലാദേശ്, ഇന്ത്യ. പാകിസ്ഥാൻ, ജപ്പാൻ, ബംഗ്ലാദേശ്, ഇന്ത്യ. ഇതിലാരാണ് ആദ്യമായിട്ട് സൂര്യോദയം കാണുന്നത്? ആരാണ്? ഒരു നിമിഷം വേണ്ട, ജപ്പാനാണല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ജപ്പാൻ, അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ആണ്, ജപ്പാനാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തത് 118ാമത്തത്. ബ്രഹ്മസമാജ് വാസ് ഫൗണ്ടഡ് ബൈ. ബ്രഹ്മസമാജം, അല്ലേ? അത് ആരാണ് കൊണ്ടുവന്നത്? ബ്രഹ്മസമാജം ആരാണ്? രാജാറാം മോഹൻ റോയ്, ജ്യോതിബ ഫുലെ, സ്വാമി വിവേകാനന്ദ, ആനി ബസന്റ്. അപ്പോൾ ഇവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രഹ്മസമാജം കൊണ്ടുവന്നത് ആരാണ്? ഓപ്ഷൻ എ ആണല്ലേ? ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. എന്തുകൊണ്ടുവന്നത്? ബ്രഹ്മസമാജം കൊണ്ടുവന്നത്, അല്ലെ? ബ്രഹ്മസമാജത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്? രാജാറാം മോഹൻ റോയ്. ക്ലിയർ ആണോ? അടുത്ത് നമ്മൾ പോകുന്നു 119ാമത്തെ ക്വസ്റ്റ്യൻ, അല്ലേ? 119 നോക്കാം. ദ ടെന്നീസ് കോർട്ട് ഓത്ത് ഈസ് അസോസിയേറ്റഡ് വിത്ത്, അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ടെന്നീസ് കോർട്ട് ഓത്ത്, അല്ലെങ്കിൽ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടാണ് നോക്കാം. റഷ്യൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് ചൈനീസ് റവല്യൂഷൻ. അപ്പോൾ ഇതിൽ ഏതുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ കേട്ടത്? ഏതാണ്? ഒരു നിമിഷം വേണ്ട, തന്നെയാണ് ഫ്രഞ്ച് ആണല്ലേ? ഫ്രഞ്ച് റവല്യൂഷൻ അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ എന്ത് പഠിച്ചത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ പഠിച്ചത്, അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഫ്രഞ്ച് വിപ്ലവം. ഓക്കെ ആണോ? അടുത്തത് 120ാമത്തെ ക്വസ്റ്റ്യൻ, അല്ലേ? നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ്? ഓക്കെ, വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് എന്നാണ്, അല്ലേ? ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. നോക്കാം. ഓൾ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ആർ ഈക്വൽ ഇൻ ലെങ്ത്. ഓക്കെ, ഓൾ ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ് ആർ ഈക്വൽ ഇൻ ലെങ്ത്. All lines of latitudes in one hemisphere of the earth have their counterpart in the other hemisphere. All lines of longitudes are either to the east or west of the Greenwich meridian. അപ്പോൾ ഇതിലേതാണ് ശരിയല്ലാത്തതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കുന്നത് ലാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താണ്? അക്ഷാംശ രേഖയാണ്, അല്ലേ? അക്ഷാംശ രേഖയാണ്. ലോഞ്ചിറ്റ്യൂഡ് എന്താണ്? രേഖാംശ രേഖയാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് രേഖാംശ രേഖ. ഇനി എന്താണ് അക്ഷാംശം, എന്താണ് രേഖാംശം എന്നുള്ള മനസ്സിലാക്കി ഐഡിയ എടുക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ഇതിൽ തെറ്റായത് ഏതെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ? ഓൾ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ആർ ഈക്വൽ ഇൻ ലെങ്ത്. അപ്പോൾ അക്ഷാംശം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാലോ, അല്ലേ? ഭൂമധ്യരേഖ, അല്ലേ?
ഈ സാധനത്തിന് ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട് വരക്കുന്ന നമ്മൾ സാങ്കല്പിക രേഖകളെയാണ് അക്ഷാംശം എന്ന് പറയുന്നത്, ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഈക്വൽ ലെങ്ത് ആണോ? അല്ലല്ലോ. ഭൂമധ്യരേഖയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതോറും അല്ലേ, ഓരോ പോളിലേക്ക് വരുന്നതോറും അത് ഇങ്ങനെ കുറഞ്ഞു മാറി വരും. അപ്പോൾ ഈക്വൽ അല്ലല്ലോ, അല്ല. പക്ഷേ രേഖാംശ രേഖ എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾക്കറിയാമോ, ഗ്രീൻ വിച്ച് രേഖയും കാര്യങ്ങളൊക്കെ അറിയുന്നതാണ്. അപ്പോൾ അതെല്ലാം ഇപ്പോഴും ഒരേ അളവിലാണ് ഇങ്ങനെ പോവുക. ഓക്കെ, ഭൂമിയെ മൊത്തത്തിൽ താഴോട്ട് വരുന്നതാണ് അല്ലേ. അപ്പോൾ നിങ്ങളെന്ത് മനസ്സിലാക്കുക? അക്ഷാംശ രേഖ എന്തല്ല, എപ്പോഴും ഒരേ ലെങ്ത് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തത് സിമ്പിളായിട്ട് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അടുത്തത് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് അപ്രോച്ച് ഓഫ് ഇവാലുവേഷൻ ഈസ്. ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് അപ്രോച്ച് ഓഫ് ഇവാലുവേഷൻ. ഓക്കെ, ഇവാലുവേഷൻ നോക്കാം. സെമസ്റ്റർ സിസ്റ്റം ഇവാലുവേഷൻ, കണ്ടക്ടിങ് ഒബ്ജക്റ്റീവ് ടേം ആൻഡ് എക്സാമിനേഷൻ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ആൻഡ് ഓപ്ഷൻ ഡി മെയിൻറ്റെയിനിങ് ക്യുമുലേറ്റീവ് റെക്കോർഡ്സ് ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ ഇതെന്താണ് ചോദിച്ചത്? മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് അപ്രോച്ച് ഓഫ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്? ഈ ഒരു സാധനം ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ചിന്തിക്കൊന്നും വേണ്ട. ഏതാണ്? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ, CCE. ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ. 122, ക്വസ്റ്റ്യൻ നമ്പർ 122, 122ാമത് ചോദ്യം. ദ എസൻസ് ഓഫ് ആൻ എഫക്റ്റീവ് ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് ഈസ്. ദ എസൻസ് ഓഫ് ആൻ എഫക്റ്റീവ് ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് ഈസ്. നോക്കാം. ലൈവ്ലി സ്റ്റുഡൻറ്റ് ടീച്ചർ ഇൻറ്ററാക്ഷൻ, പിൻ ഡ്രോപ്പ് സൈലൻസ്, സ്ട്രിക്ട് ഡിസിപ്ലിൻ ആൻഡ് ഓപ്ഷൻ ഡി എ വെറൈറ്റി ഓഫ് ടീച്ചിങ് എയ്ഡ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ദ എസൻസ് ഓഫ് ആൻ എഫക്റ്റീവ് ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് എന്നാണ് ചോദിച്ചത്. എഫക്റ്റീവ് ആണെങ്കിൽ ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് എഫക്റ്റീവ് ആവാൻ വേണ്ടി ഇതിലേതാണ് നമുക്ക് കൂടുതലായിട്ട് പറയാൻ കഴിയുമോ? ലൈവ്ലി സ്റ്റുഡൻറ്റ് ടീച്ചർ ഇൻറ്ററാക്ഷൻ, പിൻ ഡ്രോപ്പ് സൈലൻസ്, സ്ട്രിക്ട് ഡിസിപ്ലിൻ ആൻഡ് ഓപ്ഷൻ ഡി എ വെറൈറ്റി ഓഫ് ടീച്ചിങ് എയ്ഡ്സ്. ഒരു സംശയം വേണ്ട, ഏതാണ്? ലൈവ്ലി സ്റ്റുഡൻറ്റ് ടീച്ചർ ഇൻറ്ററാക്ഷൻ ആണ്. ഇതുണ്ടെങ്കിൽ തന്നെ ബാക്കിയൊക്കെ എഫക്റ്റീവായി മാറിക്കോളും അല്ലേ. ഇങ്ങനെ ഉണ്ടാവണമെങ്കിൽ അവിടെ മറ്റെല്ലാ ഘടകങ്ങളും ഇതിന് കൂടെ തന്നെ ഉണ്ടാവേണ്ടതുമാണ്. അതുകൊണ്ട് എന്താണ് ലൈവ്ലി സ്റ്റുഡൻറ്റ് ടീച്ചർ ഇൻറ്ററാക്ഷൻ എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയുമോ? ഓക്കെ ആണോ? 123ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ, 123, ക്വസ്റ്റ്യൻ നമ്പർ 123. ദ മെയിൻ എയിം ഓഫ് ടീച്ചിങ് സോഷ്യൽ സയൻസ് ഇൻ ദ സെക്കൻഡറി സ്റ്റേജസ്. ദ മെയിൻ എയിം ഓഫ് ടീച്ചിങ് സോഷ്യൽ സയൻസ് ഇൻ ദി സെക്കൻഡറി സ്റ്റേജസ്. അപ്പോൾ ഏതൊക്കെയാണ് ഓപ്ഷൻ നോക്കാം നമുക്ക്. ടു ക്രിയേറ്റ് ഗ്രൂപ്പ് വർക്ക് സ്കിൽസ്, ടു ഡെവലപ്പ് കോമ്പറ്റൻസ് ഇൻ വർക്ക് ഹാബിറ്റ്സ്, ടു ഡെവലപ്പ് റീസണിങ് പവർ ആൻഡ് ഓപ്ഷൻ ഡി ടു ഡെവലപ്പ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റഡി. അപ്പോൾ ഇതിലെന്താണ് മെയിൻ എയിം ഓഫ് ടീച്ചിങ് സോഷ്യൽ സയൻസ് ഇൻ ദി സെക്കൻഡറി സ്റ്റേജ് എന്നാണ് ചോദിച്ചത് അല്ലേ, സെക്കൻഡറി സ്റ്റേജ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് പറയാൻ വേണ്ടി കഴിയുമോ? ഇവിടെ വരുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി ആണ്, ടു ഡെവലപ്പ് റീസണിങ് പവർ എന്നുള്ളതാണ് ശരി ഉത്തരം കേട്ടോ. ടു ഡെവലപ്പ് റീസണിങ് പവർ. നെക്സ്റ്റ് 124, ക്വസ്റ്റ്യൻ നമ്പർ 124. ഡിസ്കഷൻ മെത്തേഡ് ഈസ് ക്രിയേറ്റഡ് വിത്ത്. Discussion method is created with. Sorry. Discussion method is credited with. Okay. Discussion method is credited with. Okay. നോക്കാം ഓപ്ഷൻസ്. എ സോഷ്യോളജിക്കൽ മെത്തേഡ്, എ ഡെമോക്രാറ്റിക് മെത്തേഡ്, എ ഫണ്ടമെൻ്റൽ മെത്തേഡ് ആൻഡ് ഓപ്ഷൻ ഡി എൻ എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡിസ്കഷൻ മെത്തേഡ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഓപ്ഷൻ നോക്കിയാൽ? എ സോഷ്യോളജിക്കൽ മെത്തേഡ്, പിന്നെന്താ പറഞ്ഞത്? എ ഡെമോക്രാറ്റിക് മെത്തേഡ്, എ ഫണ്ടമെൻ്റൽ മെത്തേഡ് ആൻഡ് ഓപ്ഷൻ ഡി ആൻ എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഡിസ്കഷൻ മെത്തേഡ് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ഓപ്ഷൻ ബി എ ഡെമോക്രാറ്റിക് മെത്തേഡ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടെ വരിക. ഓക്കെ, നെക്സ്റ്റ് 125. Who said that the instructional objectives are best described in terms of the terminal behavior expected from the learners? Who said that the instructional objectives are best described in terms of the terminal behavior expected from the learners? Options: Robert Miller, Robert Mager, Benjamin S. Bloom and option D John Watson. Okay, ഏതൊക്കെയാണ്? റോബർട്ട് മില്ലർ, റോബർട്ട് മേഗർ, ബെഞ്ചമിൻ എസ് ബ്ലൂം ആൻഡ് ഓപ്ഷൻ ഡി ജോൺ വാട്സൺ. ഇപ്പോൾ കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത് ഓപ്ഷൻ ബി ആണ്, റോബർട്ട് മേഗർ എന്നുള്ളതാണ് ശരി ഉത്തരം കേട്ടോ. റോബർട്ട് മേഗർ. ക്ലിയർ ആണോ? അടുത്തത് 126 അല്ലേ, ക്വസ്റ്റ്യൻ നമ്പർ 126, 126. Which type of graph used frequently for the teaching of the topics of social science, mostly of historical interest? Which type of graph അല്ല, ഗ്രാഫാണ് പറയുന്നത്. Which type of graph used frequently for the teaching of the topics of social sciences, mostly of historical interest? Okay, options: bar graph, line graph, pictorial graph and option D pie graph. Bar graph, line graph, pictorial graph and pie graph. Okay, അപ്പോൾ ഓപ്ഷൻ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് ഏതാണ് വരിക? സോഷ്യൽ സയൻസിന് ഹിസ്റ്റോറിക്കൽ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഗ്രാഫ് ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ ശരി ഉത്തരം. ഏതാണ്? ലൈൻ ഗ്രാഫ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ, ലൈൻ ഗ്രാഫ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രോബ്ലം ഓഫ് ആബ്സെൻറ്റിസം ക്യാൻ ബി ടാക്കിൾഡ് ഇൻ എ ബെറ്റർ വേ ത്രൂ. The problem of absenteeism can be tackled in a better way through options: by developing sense of discipline, sympathy of teachers, motivation of the students and option D makes learning easy. By developing sense of discipline,
sympathy of teachers, motivation of the students, and option D makes learning easily. Okay. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി മനസ്സിലാക്കണം. ദ പ്രോബ്ലം ഓഫ് ആബ്സെൻറ്റിസം ക്യാൻ ബി ടാക്കിൾഡ് ഇൻ എ ബെറ്റർ വേ ത്രൂ പ്രോബ്ലം ഓഫ് ആബ്സെൻറ്റിസം. ഓക്കെ, ആബ്സെൻറ്റിസം ക്യാൻ ബി ടാക്കിൾഡ് ഇൻ എ ബെറ്റർ വേ ത്രൂ ഓപ്ഷൻസ് ബൈ ഡെവലപ്പിംഗ് സെൻസ് ഓഫ് ഡിസിപ്ലിൻ, സിമ്പതി ഓഫ് ടീച്ചേഴ്സ്, മോട്ടിവേഷൻ ഓഫ് ദ സ്റ്റുഡൻസ്, ആൻഡ് ഓപ്ഷൻ ഡി മേക്സ് ലേണിംഗ് ഈസിലി. ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ, മോട്ടിവേഷൻ ഓഫ് ദി സ്റ്റുഡൻസ് എന്നുള്ളതാണ് കേട്ടോ. മോട്ടിവേഷൻ ഓഫ് ദി സ്റ്റുഡൻസ് അതുവഴിയാണ് നമുക്ക് ഈ ഒരു ആബ്സെൻറ്റിസം എന്ന് പറയുന്നത്, ആബ്സെൻറ്റിസം അറിയാലോ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നത് അതിന് എഫക്റ്റീവായിട്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 128. ഓക്കെ, 128ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സിമ്പോസിയം ഈസ് എ ടൈപ്പ് ഓഫ് ഡാഷ്. സിമ്പോസിയം ഈസ് എ ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് ഡിസ്കവറി മെത്തേഡ്, ഡിസ്കഷൻ മെത്തേഡ്, ലെക്ചർ മെത്തേഡ്, ആൻഡ് ഓപ്ഷൻ ഡി ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്. ഡിസ്കവറി മെത്തേഡ്, ഡിസ്കഷൻ മെത്തേഡ്, ലെക്ചർ മെത്തേഡ്, ആൻഡ് ഓപ്ഷൻ ഡി ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്. അപ്പോൾ ഇതിൽ സിമ്പോസിയം എന്നുള്ളതുകൊണ്ട് ഇതിൽ ഏത് ടൈപ്പാണെന്നാണ് ചോദിക്കുന്നത്. സിമ്പോസിയം എന്താണ് അറിയുന്നതായിരിക്കുമല്ലോ. എന്താണ് ഇതൊരു ഡിസ്കഷൻ മെത്തേഡ് ആണല്ലേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഡിസ്കഷൻ മെത്തേഡ് ആണല്ലേ, ഡിസ്കഷൻ മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 129. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ കോഗ്നിറ്റീവ് പ്രോസസ് ഓഫ് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി? Which of the following does not include in the cognitive process of revised Bloom's taxonomy? Okay, revised Bloom's taxonomy യിൽ ഉൾപ്പെടാത്ത ഒരു ഭാഗം ഇതിലേതാണെന്നാണ് ചോദിക്കുന്നത്. ഉൾപ്പെടാത്തത് നോക്കാം. അപ്ലൈ, അനലൈസ്, ഇവാലുവേറ്റ് ആൻഡ് ജനറേറ്റ്. ഓക്കെ, അപ്ലൈ, അനലൈസ്, ഇവാലുവേറ്റ് ആൻഡ് ജനറേറ്റ്. അപ്പോൾ ഇതിൽ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിലെ കോഗ്നിറ്റീവ് പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത സ്റ്റെപ്പ് ഏതെന്നാണ് ചോദ്യം അല്ലേ. ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്, സംശയം വേണ്ട. ഓപ്ഷൻ ഡി ജനറേറ്റ് എന്ന്, ബാക്കിയൊക്കെ ഉണ്ട്. അപ്ലൈ, അനലൈസ് ആൻഡ് ഇവാലുവേറ്റ് ഒക്കെ ഇതിൽ വരുന്നതാണ്. എന്നാൽ എന്തില്ല, ജനറേറ്റ് എന്നത് ഇതിൽ ഉൾപ്പെടുന്നതല്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നു 130. ക്വസ്റ്റ്യൻ നമ്പർ 130. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ക്യാൻ ഹെൽപ്പ് എ സോഷ്യൽ സയൻസസ് ടീച്ചർ ഇൻകൾക്കേറ്റ് സോഷ്യൽ ആൻഡ് മോറൽ വാല്യൂസ് എമംഗ് ദി സ്റ്റുഡൻസ്? Which of the following activities can help a social science teacher inculcate social and moral values among the students? Options: involving students actively in social science club activities, showing values based cinemas, delivering lectures on values, and option D, asking moral based questions. Okay, അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയുമോ? കൃത്യമായിട്ട് മോറൽ വാല്യൂസും കാര്യങ്ങളൊക്കെ കുട്ടികളിൽ എത്തിക്കാൻ വേണ്ടി ഏറ്റവും സ്യൂട്ടായിട്ട് വരുന്നത് ഇതാണ് അല്ലേ. ഇൻവോൾവിങ് സ്റ്റുഡൻസ് ആക്റ്റീവ്ലി ഇൻ സോഷ്യൽ സയൻസ് ക്ലബ് ആക്ടിവിറ്റീസ് എന്നുള്ളതാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുമോ. 131 ക്വസ്റ്റ്യൻ നമ്പർ. If the students do not understand what is taught in the class, the teacher should. If the students do not understand what is taught in the class, the teacher should. ടീച്ചർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? ഓക്കെ, നോക്കാം. ഓപ്ഷൻസ്: റിപ്പീറ്റ് ദ ലെസൺ വൺസ് അഗൈൻ. ഓക്കെ, റിപ്പീറ്റ് ദ ലെസൺ വൺസ് അഗൈൻ. Proceed to the next topic. Teach the lesson again citing suitable examples. And option D, check the previous knowledge of the student in the topic. Okay, if the student do not understand what is taught in the class. Okay, ക്ലാസ്സിൽ പഠിപ്പിച്ച കുട്ടിക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ടീച്ചർ ഇനി ചെയ്യാൻ കഴിയുന്നത് എന്താണ്? മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള മറ്റ് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ വെച്ച് ഒന്നും കൂടി അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം അല്ലേ. അതാണ് ഓപ്ഷൻ സി ആണ് ഇവിടെ വരുന്നത്. ടീച്ച് ദ ലെസൺ അഗൈൻ സൈറ്റിംഗ് എ സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. 132. Which of the following is not a product of learning? Which of the following is not a product of learning? Options: maturation, knowledge, attitudes and concepts. Maturation, knowledge, attitudes and concepts. ഇതിൽ എന്താണ് ചോദിച്ചത്? ലേണിങ്ങിൻ്റെ പ്രൊഡക്റ്റ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത് അല്ലേ. ലേണിങ്ങിൻ്റെ പ്രൊഡക്റ്റ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ പറയും ഏതാണ്? മെച്ചുറേഷൻ എന്നുള്ളതാണ് കേട്ടോ. ലേണിംഗ് നടക്കണമെങ്കിൽ മെച്ചുർ ആയിരിക്കണം. അപ്പോൾ ലേണിങ്ങിൻ്റെ പ്രൊഡക്റ്റായിട്ട് മെച്ചുറേഷൻ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല അല്ലേ. ഇത് മറ്റൊരു രീതിയിലും ചോദിക്കാറുണ്ട്. ലേണിംഗ് നടക്കാൻ ഏറ്റവും സ്യൂട്ടായിട്ട് വേണ്ടതാണ്. അപ്പോൾ ആദ്യം മെച്ചുറേഷൻ ഉണ്ടാവണം എന്നുള്ളതാണ്, മെച്ചുർ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ പലതവണ സൈക്കോളജിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. പെഡഗോഗി സെഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 133. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും, ഇയാൾ എന്താ ഇങ്ങനെ സ്പീഡ് ഓടിച്ചു വിടുന്നത് എന്നുള്ളൊരു സംശയം ഉണ്ടാവും അല്ലേ. അപ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എക്സാമിങ് എടുത്തു. ഓക്കെ, ഇതിന് ഞാൻ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് 2 ദിവസത്തിനുള്ളിൽ ഞാൻ തരാം. ഒരു ടൈം എന്ന് പറഞ്ഞൊരു ഭയങ്കര ക്രൈറ്റീരിയ ആണ് കേട്ടോ. കാരണം 150 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. 150 മിനിറ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്വസ്റ്റ്യൻ വായിക്കണം, അതിൻ്റെ ഓപ്ഷൻ വായിക്കണം, വീണ്ടും ക്വസ്റ്റ്യൻ വായിക്കേണ്ടി വരും, വീണ്ടും ഓപ്ഷൻ വായിക്കേണ്ടി വരും. അതിൽ തന്നെ നമുക്ക് അറിയാത്ത ഓപ്ഷൻ ഏതൊക്കെയാണെന്നില്ല എലിമിനേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. അറിയുന്ന ഏതൊക്കെയാണെന്നില്ല നോക്കണം, അതിൽ നിന്ന് ഏതിനാണ് ആൻസർ എന്നിലേക്ക് എത്തേണ്ടി വരും. മിക്ക ക്വസ്റ്റ്യനും അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഈ 1 മിനിറ്റിനുള്ളിൽ 1 മിനിറ്റ് വെച്ച് 60 സെക്കൻഡിനുള്ളിൽ നമുക്ക് പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡ് പോകുന്നത്. ഇനിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വയം ചെയ്യുന്നത് നമ്മുടെ ഡിസ്കഷനിൽ വരുന്ന എല്ലാ സ്പീഡിൽ തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ക്വസ്റ്റ്യൻ മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല. കാരണം നമ്മൾ എക്സാം പേപ്പറിൽ 150 ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാനും കൂടെ കഴിയണം അല്ലേ. അതിന് നമ്മൾ ആവശ്യം എന്താണ്? സമയമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യം ഞാൻ പറഞ്ഞുതരാം. 1-2 കാര്യങ്ങൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 133. The classification of cognitive domains was presented by.
The classification of cognitive domains. Cognitive domain ആണ്. Cognitive domains was presented by simple question. Option Skinner, Krathwohl, Benjamin S. Bloom and option Simpson. Option D Simpson. ഓക്കെ, അപ്പോൾ ഇതിൽ കോഗ്നേറ്റീവ് ഡൊമൈൻ പ്രസൻറ്റ് ചെയ്ത് അല്ലേ, ഇതിനെക്കുറിച്ച് എന്താണ് വിശദീകരിച്ച് ആരാണ് എക്സ്പ്ലെയിൻ ചെയ്തത്, ആരാണ്? ഓപ്ഷൻ സി അല്ലേ, ആരാണ്? ബെഞ്ചമിൻ എസ് ബ്ലൂം ആണ് അല്ലേ, ബെഞ്ചമിൻ എസ് ബ്ലൂം. അദ്ദേഹത്തിൻ്റെ ബ്ലൂംസ് ടാക്സോണമിയിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലേ. 34 ക്വസ്റ്റ്യൻ നമ്പർ 134. പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലം കൺസ്ട്രക്ഷൻ ഇൻ സോഷ്യൽ സയൻസസ്. പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലം കൺസ്ട്രക്ഷൻസ് ഇൻ സോഷ്യൽ സയൻസ്. ഓപ്ഷൻസ് പ്രിൻസിപ്പിൾ ഓഫ് ടീച്ചർ centeredness, principles of contradiction, principles of community centeredness and option D principles of motivation. ഓക്കെ, ഇതിൽ പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലം കൺസ്ട്രക്ഷൻ ഇൻ സോഷ്യൽ സയൻസ് എന്നാണ് ചോദിച്ചത് അല്ലേ, കരിക്കുലം കൺസ്ട്രക്ഷൻസ് ഇൻ സോഷ്യൽ സയൻസ്. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിറ്റി സെൻറ്റേർഡ്നെസ് എന്നുള്ളതാണ് ശരി ഉത്തരം കേട്ടോ, കമ്മ്യൂണിറ്റി സെൻറ്റേർഡ്നെസ്. 135. Here, one proceeds from particular to general and concrete cases to abstract rules is. Here, one proceeds from particular to general and concrete cases to abstract rule is. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് particular to general എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ടു ജനറൽ അല്ലെങ്കിൽ സ്പെസിഫിക് ടു ജനറൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡി ജി പി എന്ന് വെച്ചാൽ എന്താണ്, ഡിഡക്റ്റീവ് വെച്ചാൽ ജനറൽ ടു പെർട്ടിക്കുലർ ആണ് അല്ലെങ്കിൽ ജനറൽ ടു സ്പെസിഫിക് ആണ്. അപ്പോൾ ഇതിനെ തിരിച്ചിട്ടാൽ മതി. എന്താണ് പെർട്ടിക്കുലർ ടു ജനറൽ അല്ലെങ്കിൽ സ്പെസിഫിക് ടു ജനറൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇൻഡക്റ്റീവ് മെത്തേഡ് അല്ലേ. അപ്പോൾ ഇതോടെ ഓപ്ഷൻ നോക്കിയേ, ഇതാ എന്തൊക്കെയാണ്? സോഴ്സ് മെത്തേഡ്, ഡിഡക്റ്റീവ് മെത്തേഡ്, ഇൻഡക്റ്റീവ് മെത്തേഡ് ആൻഡ് ഡിസ്കവറി മെത്തേഡ്. ഓപ്ഷൻ സി ഇസ് എ റൈറ്റ് ആൻസർ, ഇൻഡക്റ്റീവ് മെത്തേഡ്. പലതവണ പറഞ്ഞാണ് എന്തൊന്നും ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കേട്ടിട്ട് കിട്ടാൻ പാടില്ല എന്ന് ഞാൻ പറയും. ഓക്കെ, പലതവണ നമ്മൾ റിപ്പീറ്റ് ചെയ്തതാണ്. ഇത്രയും ക്വസ്റ്റൻ സൈക്കോളജി പരം എല്ലാത്തിലും ഇത് വരുന്ന ക്വസ്റ്റനാണ്. അതുകൊണ്ട് ഇതൊന്നും ഇനിയും അറിയുന്നില്ല എന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ സ്വയം നമ്മൾ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാനുണ്ട് എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ മനസ്സിലാക്കും. ക്വസ്റ്റൻ നമ്പർ 136. ഞാൻ ഇത് കിട്ടാൻ പാടില്ല പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായില്ല. നമ്മൾ ഇത്രയും വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാലങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യം മനസ്സിലാകുന്നില്ലെങ്കിൽ ആ ഷോർട്ട് ഞാൻ അതാ പറഞ്ഞത്, DG ഒരിക്കലും മറക്കരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ നമ്പർ 136. എ ടീച്ചർ എന്താണ് ടീച്ചർ ആവേണ്ടത് നോക്കാം. ടീച്ചർ എന്തായിരിക്കണം അല്ലേ, നോക്കിയേ ഓപ്ഷൻസ് നോക്കാം. ഷുഡ് കമാൻഡ് ഓവർ ഹിസ് pupils, ഷുഡ് ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഷുഡ് പണിഷ് ദ ലേസി pupils ആൻഡ് ഓപ്ഷൻ ഡി ഷുഡ് നോട്ട് ഗിവ് മോട്ടിവേഷൻ. അപ്പോൾ ഇതിൽ ടീച്ചർ എന്തായിരിക്കണം, ഈ പണ്ടുള്ള ടീച്ചർ എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത് അല്ലേ. ഓപ്ഷൻ ഒരിക്കൽ കൂടി നോക്കുക. ഷുഡ് കമാൻഡ് ഓവർ ഹിസ് പീപ്പിൾ, ഷുഡ് ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഷുഡ് പണിഷ് ദ ലേസി പീപ്പിൾ ആൻഡ് ഷുഡ് നോട്ട് ഗിവ് മോട്ടിവേഷൻ. കറക്റ്റായി വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ, ഷുഡ് ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളതാണ് ഇവിടെ ശരി ഉത്തരം. ഓക്കെ, ഷുഡ് ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നെക്സ്റ്റ്, വിക്ടേഴ്സ് സ്റ്റാൻഡ് ഫോർ. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് എന്താണ് വിക്ടേഴ്സ് അല്ലേ. വിക്ടേഴ്സ് ചാനലൊക്കെ നമുക്ക് അറിയുന്നതാണ് വിക്ടേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ വിക്ടേഴ്സിനൊരു ഫുൾ ഫോം ഉണ്ട് അല്ലേ, എല്ലാവർക്കും അറിയുന്നതിനാണ്. അപ്പോൾ ഓർത്തിരിക്കുക, കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ ഫുൾ ഫോം ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ നേരെ ഓപ്ഷൻ പോകരുത്, ഓപ്ഷൻ പോയി നമ്മൾ തെറ്റിക്കും. അപ്പോൾ നമുക്ക് അറിയുന്ന ഫുൾ ഫോം ആദ്യം എഴുതാൻ വേണ്ടി ശ്രമിക്കും, എന്നിട്ട് ഓപ്ഷനിലേക്ക് പോകുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി എന്തൊക്കെയോ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വിക്ടേഴ്സ് ഞാൻ എല്ലാ ഓപ്ഷൻ തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് ഒന്നും വായിക്കുന്നില്ല. വിക്ടേഴ്സ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത്ര മാത്രമേ ഉള്ളൂ. വിക്ടേഴ്സ് ശ്രദ്ധിക്കുക. വേഴ്സറ്റൈൽ ICT enabled resource for students എന്നുള്ളതാണ് കേട്ടോ. വേഴ്സറ്റൈൽ ICT enabled resource for students എന്ന് പറയുമ്പോൾ ഇവിടെ ഓപ്ഷൻ സി തന്നെയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വേഴ്സറ്റൈൽ ICT enabled resource for students, ഇതാണ് വിക്ടേഴ്സ്. ബാക്കി തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് ഒന്നും വായിക്കണ്ട, ഇത് കറക്റ്റായിട്ട് അറിയാത്തവർ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്തത് നമ്മൾ പോകുന്നത് 138ാമത്തെ ക്വസ്റ്റ്യൻ. An authoritarian level teaching is options experience based, principle centered, child centered and teacher centered. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ്? അതോറിറ്റേറിയൻ ലെവൽ ടീച്ചിങ് എന്നാണ് പറഞ്ഞത്. അതെപ്പോഴും എന്തായിരിക്കും? ടീച്ചർ സെൻറ്റേഡ് ആയിരിക്കും അല്ലേ, ടീച്ചർ സെൻറ്റേഡ് ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ടീച്ചർ സെൻറ്റേഡ് എന്നുള്ളതാണ് ശരി ഉത്തരം. ക്ലിയർ ആണോ? 139ാമത്തെ ക്വസ്റ്റ്യൻ. The most suitable meaning of learning is options inculcation of knowledge, personal adjustment, modification of behavior and option D acquisition of skill. അപ്പോൾ എന്താണ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ മീനിങ് ഓഫ് ലേണിംഗ് തന്നിട്ടുള്ളത്? കുറച്ചും കൂടി ലേണിങ്ങിന് സ്യൂട്ട് ആയിട്ടുള്ള മീനിങ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻകൾക്കേഷൻ ഓഫ് നോളജ്, പേഴ്സണൽ അഡ്ജസ്റ്റ്മെൻറ്റ്, മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ആൻഡ് ഓപ്ഷൻ ഡി അക്വിസിഷൻ ഓഫ് സ്കിൽ. അപ്പോൾ ഏതാണ് നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് പറയാം? മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ എന്നുള്ളതാണ് ശരി ഉത്തരം കേട്ടോ. മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ഓപ്ഷൻ സി ആണ്. മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ എന്നുള്ളതാണ് നമുക്കിവിടെ എന്തായിട്ട് പറയാൻ കഴിയുക? കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്കിവിടെ പറയാൻ വേണ്ടി കഴിയുക. ഓക്കെ, അത് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് 140. Who defined a project is whole-hearted purposeful activity proceeding in a social environment?
Who defined? എന്താണ് ഡിഫൈൻ ചെയ്തത് നോക്കിയേ. A project is whole-hearted purposeful activity proceeding in a social environment എന്ന് പറഞ്ഞത് ആര് എന്നാണ് ചോദിച്ചത് അല്ലേ. ഓപ്ഷൻസ് J.A. സ്റ്റീവൻസൺ, W.H. കിൽപാട്രിക്, ബെല്ലാഡ് ആൻഡ് ഓപ്ഷൻ ഡി ജോൺ ഡ്യൂയി. അപ്പോൾ ഇതിൽ ആരാണ് ഇങ്ങനെ പറഞ്ഞതെന്നാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ ആരാണ്? J.A. സ്റ്റീവൻസൺ, കിൽപാട്രിക്, ബെല്ലാഡ് ആൻഡ് ജോൺ ഡ്യൂയി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. W.H. കിൽപാട്രിക്. ഓക്കെ, കിൽപാട്രിക് ആണ് ഇങ്ങനെ പറഞ്ഞത്. എന്ത് പറഞ്ഞത്? എ പ്രൊജക്റ്റ് ഈസ് whole-hearted purposeful activity proceeding in a social environment. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ 141 ക്വസ്റ്റ്യൻ. Arrange the following steps involved in the use of project method. ഓക്കെ, പ്രൊജക്റ്റ് മെത്തേഡ്. അപ്പോൾ ഇതിന് പ്രൊജക്റ്റ് മെത്തേഡിലെ സ്റ്റെപ്പുകളായിട്ട് നോക്കുവാണെങ്കിൽ ഇതിന് കൃത്യമായിട്ടുള്ള ഓർഡർ നിങ്ങൾ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം അല്ലെ, ഓർഡർ ക്ലിയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. നോക്കിയേ. പ്രൊവൈഡിങ് എ സിറ്റുവേഷൻ, പ്ലാനിങ് ഓഫ് ദ പ്രൊജക്ട്, എക്സിക്യൂഷൻ ഓഫ് ദ പ്രൊജക്ട് ആൻഡ് ഓപ്ഷൻ ഡി ഇവാലുവേഷൻ ഓഫ് ദി പ്രൊജക്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് പറയണം? ഒരു പ്രൊജക്റ്റ് മെത്തേഡിൻ്റെ സ്റ്റെപ്പുകളായിട്ട് നമുക്ക് ഇതിൽ ഏത് പറയാം എന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്താണ് പറയാൻ കഴിയുക? പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് എന്താണ് എന്നാലോചിച്ച് നോക്കിയേ. പ്രൊവൈഡിങ് എ സിറ്റുവേഷൻ അല്ലേ. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഒരു സിറ്റുവേഷൻ കിട്ടണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, പ്രൊവൈഡിങ് എ സിറ്റുവേഷൻ. അത് കഴിഞ്ഞാലോ പ്ലാനിങ് ഓഫ് ദ പ്രൊജക്റ്റ്, എക്സിക്യൂഷൻ ഓഫ് ദ പ്രൊജക്റ്റ്, ഇവാലുവേഷൻ ഓഫ് ദ പ്രൊജക്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്ലാനും ചെയ്യണം അല്ലേ, പ്ലാൻ ചെയ്യണം. ഇപ്പോൾ ഈ സാധനം സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യണം. ഓക്കെ, പ്ലാനിങ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കഴിയണം അല്ലേ. എക്സിക്യൂഷൻ ഓഫ് ദ പ്രൊജക്റ്റ് ആണ്. നെക്സ്റ്റ് എന്താണ്? ഫോർത്താണ് ഇവാലുവേഷൻ ഓഫ് ദ പ്രൊജക്റ്റ്. ഇവാലുവേഷൻ ഓഫ് ദി പ്രൊജക്റ്റ് ആണ് ഫൈനൽ. അപ്പം 1 2 3 4 കൃത്യമായിട്ട് ഓർഡർ തന്നെയാണുള്ളത്. 1 2 3 4 ആ ഓർഡർ ഏതാണ്? 1 2 3 4. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 1 2 3 4. ഓക്കെ, അടുത്ത 142 ക്വസ്റ്റിലേക്ക് പോകാം. വിച്ച് ഈസ് എ മെറിറ്റ് ഓഫ് എ ലെക്ചർ മെത്തേഡ്? Which is a merit of a lecture method? Options: lack of activity, psychologically unsound, economically useful, and option D convenience on the part of the student. Which is a merit of a lecture method എന്നാണ് ചോദിച്ചത്. ലെക്ചർ മെത്തേഡിൻ്റെ മെറിറ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. മെറിറ്റ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. മെറിറ്റ് ഏതാണെന്ന് ഇതിൽ lack of activity, psychological unsound, economically useful, and convenience on the part of the student. ഓക്കെ, അപ്പോൾ ഇതിൽ ലെക്ചർ മെത്തേഡിൻ്റെ മെറിറ്റായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ. എന്താണ്? അത് ഇക്കണോമിക്കലി യൂസ്ഫുൾ ആണെന്ന് മാത്രം പറയാം. ഓക്കെ, എന്താണ് അതിൽ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഒരു വലിയ ഹാളിൽ എത്രയോ ആൾക്കാർ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലാസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അല്ലേ. അങ്ങനെ ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ നമുക്കത് എക്കണോമിക്കലി ബെനിഫിറ്റ് ആയിരിക്കും. അടുത്തത് 143 ക്വസ്റ്റ്യൻ നമ്പർ 143. Scope of social sciences. Scope of social science നോക്കാം. Study of human relationship, study of emotional development, study of authoritarian teaching, and option D study of reputation. ഇതിൽ സോഷ്യൽ സയൻസിൻ്റെ സ്കോപ്പ് എന്താണെന്നാണ് ചോദിച്ചത്. സോഷ്യലിൻ്റെ സ്കോപ്പ് ഇതിലാകെ പറഞ്ഞ ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. സ്റ്റഡി ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ സ്കോപ്പായിട്ട് പറയാൻ കഴിയുന്നത്. ഓക്കെ, അടുത്തത് The method used to framing curriculum in view of sequential development, sequential utilization, and sequential relationship in social sciences. The method used to framing curriculum in view of sequential development, sequential utilization, and sequential relationship in social science. Options: unit approach, disciplinary approach, chronological approach, and option D topical approach. Unit approach, disciplinary approach, chronological അപ്രോച്ച് ആൻഡ് ടോപ്പിക്കൽ അപ്രോച്ച്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് പറയാൻ കഴിയുന്നത്? ഏതാണ് വരിക? ഓപ്ഷൻ ക്രോണോളജിക്കൽ അപ്രോച്ച് എന്നുള്ളതാണ് അല്ലേ. ക്രോണോളജിക്കൽ അപ്രോച്ച് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. എന്താണ്? ക്രോണോളജിക്കൽ അപ്രോച്ച് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നമ്മൾ 145 ക്വസ്റ്റ്യൻ നമ്പർ 145. Essay type test are not reliable because essay type test are not reliable because എന്തുകൊണ്ടാണ് നമുക്കതിന് essay type ക്വസ്റ്റ്യൻ അത്രത്തോളം നമുക്ക് എന്താണ് എഫക്റ്റീവായിട്ട് എടുക്കാൻ വേണ്ടി പറ്റാത്തത്? അതിൻ്റെ കാരണമാണ് their answers are different, their results are different, their responding style are different, their checking is affected by examiner's mood. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് കാരണം കൊണ്ടാണ് നമുക്കിത് എത്രത്തോളം എഫക്റ്റീവ് അല്ല എന്ന് പറയാൻ വേണ്ടി കാരണം അല്ലേ? essay type ടെസ്റ്റ് എന്തുകൊണ്ടാണ്? ഓരോ റീസൺ എന്താണ് ഇത്? their checking is affected by examiner's mood അല്ലേ. അത് ഒരാളെ മൂഡ് പോലെ ആയിരിക്കും എസ് ടൈപ്പിൻ്റെ വാല്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. 146 ക്വസ്റ്റ്യൻ നമ്പർ 146. ഓക്കെ, നോക്കാം. The research which is exploring new fact through the study of the past is called. The research which is exploring new facts through the study of the past is called. Options: philosophical research, historical research, methodological research, and content analysis. അതിൽ ഏതാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക? ഫിലോസഫിക്കൽ റിസർച്ച്, ഹിസ്റ്റോറിക്കൽ റിസർച്ച്, മിത്തോളജിക്കൽ റിസർച്ച്, ആൻഡ് ഓപ്ഷൻ ഡി കണ്ടന്റ് അനാലിസിസ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്ന ഏതാണ്? ഓപ്ഷൻ
ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്നുള്ളതാണ് കേട്ടോ. ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഓക്കെ, ഓപ്ഷൻ ബി ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഈസ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നു 147, ക്വസ്റ്റ്യൻ നമ്പർ 147. ദ ബെസ്റ്റ് അപ്രോച്ച് ടു മോട്ടിവേറ്റ് സ്റ്റുഡൻറ്റ് ഈസ് The best approach to motivate student is by options: giving them suitable prizes, providing them proper guidance, giving examples all the time, and option D, delivering speech in class. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബെസ്റ്റ് അപ്രോച്ച് ടു മോട്ടിവേറ്റ് സ്റ്റുഡൻറ്റ് അല്ലേ, കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അപ്രോച്ച് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ഏതാണ്? പ്രൊവൈഡിങ് ദം പ്രോപ്പർ ഗൈഡൻസ് എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മോട്ടിവേഷൻ. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് കുട്ടികൾക്ക് നൽകുക എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത നമ്മൾ 148ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് കമ്പോണൻറ്റ് മൈറ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ എ യൂണിറ്റ് പ്ലാൻ? വിച്ച് കമ്പോണൻറ്റ് മൈറ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ എ യൂണിറ്റ് പ്ലാൻ? ഓപ്ഷൻസ്: റിഫ്ലക്റ്റീവ് തോട്ട്സ്, പീപ്പിൾസ് റെസ്പോൺസസ്, സ്റ്റുഡൻറ്റ് അസസ്മെൻറ്റ്, ആൻഡ് ഓപ്ഷൻ ഡി, ഔട്ട്ലൈൻ ഓഫ് എ യൂണിറ്റ്. ഓക്കെ, ഔട്ട്ലൈൻ ഓഫ് എ യൂണിറ്റ്. വിച്ച് കമ്പോണൻറ്റ് മൈറ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ എ യൂണിറ്റ് പ്ലാൻ? യൂണിറ്റ് പ്ലാനിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഏതാണ്? റിഫ്ലക്റ്റീവ് തോട്ട്സ്, പീപ്പിൾസ് റെസ്പോൺസ്, സ്റ്റുഡൻറ്റ് അസസ്മെൻറ്റ്, ആൻഡ് ഔട്ട്ലൈൻ ഓഫ് എ യൂണിറ്റ്. അപ്പോൾ യൂണിറ്റ് പ്ലാൻ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിൽ നമുക്ക് സ്യൂട്ടായിട്ട് പറയാൻ കഴിയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ. ഔട്ട്ലൈൻ ഓഫ് എ യൂണിറ്റ് എന്നുള്ളതാണ് ശരി ഉത്തരം. ഔട്ട്ലൈൻ ഓഫ് എ യൂണിറ്റ്. നെക്സ്റ്റ്, ദ പീപ്പിൾസ് ഡ്രോ അക്യുറേറ്റ് ആൻഡ് neat diagram showing the solar system and the occurrence of solar. Identify the instructional objective of given illustration. The pupil draw accurate and neat diagram showing the solar system and the occurrence of solar. Identify the instructional objective of given illustration. Options: attitude, knowledge, understanding, skill. Okay, attitude, knowledge, understanding, skill. അപ്പോൾ ഇതിൽ നമുക്ക് പറയാൻ കഴിയുമോ ഏതാണ്? ദ പീപ്പിൾ ഡ്രോ അക്യുറേറ്റ് ആൻഡ് നീറ്റ് ഡയഗ്രാം ഷോയിങ് ദ സോളാർ സിസ്റ്റം ആൻഡ് അക്കറൻസ് ഓഫ് സോളാർ. ഐഡൻറ്റിഫൈ ദ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് ഓഫ് ഗിവൺ ഇല്ലുസ്ട്രേഷൻ. ഇവിടെ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സ്കില്ല് എന്നുള്ളതാണ് ശരി ഉത്തരം. ഓക്കെ, സ്കില്ല് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുമോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നത് 150. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് അപ്രോപ്രിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് അപ്രോപ്രിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ്? ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ് എന്നാണ്. നോക്കാം എന്താണ്? കോർഡിയൽ ആൻഡ് റെസ്പെക്റ്റ്ഫുൾ, ലിമിറ്റഡ് ടു ക്ലാസ് റൂം ഓൺലി, വെരി ഇൻഫോർമൽ ആൻഡ് ഇൻറ്റിമേറ്റ്, ആൻഡ് ഓപ്ഷൻ ഡി, ഇൻഡിഫറൻറ്റ്. ഓക്കെ, കോർഡിയൽ ആൻഡ് റെസ്പെക്റ്റ്ഫുൾ, ലിമിറ്റഡ് ടു ക്ലാസ് റൂം ഓൺലി, വെരി ഇൻഫോർമൽ ആൻഡ് ഇൻറ്റിമേറ്റ്, ഓപ്ഷൻ ഡി, ഇൻഡിഫറൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റൻ എന്താണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്? ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് അപ്രോപ്രിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ്? ഓക്കെ, ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഇവിടെ ഓപ്ഷനായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, കോർഡിയൽ ആൻഡ് റെസ്പെക്റ്റ്ഫുൾ എന്നുള്ളതാണ് ശരി ഉത്തരം. ഓക്കെ, കോർഡിയൽ ആൻഡ് റെസ്പെക്റ്റ്ഫുൾ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ രണ്ട് പാർട്ടായിട്ട് ഇന്നലെയും അതുപോലെ ഇന്നുമായിട്ടുള്ള രണ്ട് പാർട്ടായിട്ടുള്ള 150 ക്വസ്റ്റ്യൻ 150 അല്ല 80 ക്വസ്റ്റ്യൻസ്. ഓക്കെ, 80 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്യാവശ്യം നോക്കി പോകുന്ന ഒരാളാണെങ്കിൽ, അത്യാവശ്യം നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ എന്തായാലും 50 എബോവ് മാർക്ക് ഉറപ്പായിട്ട് സ്കോർ ചെയ്യേണ്ടതാണ് ടോട്ടൽ. ഓക്കെ, ഇന്നത്തെ മാത്രമല്ല ടോട്ടൽ 50 എബോവ് മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയണം. തീർച്ചയായിട്ടും കഴിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ടായിരുന്നത് 43 ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ തന്നെ 42, 41, 40 റേഞ്ചിനൊക്കെ ഒരുപാട് പേര് കമൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത്രത്തോളം സിമ്പിൾ ക്വസ്റ്റൻ തന്നെയാണ് അത്. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞ എക്സാമാണ്. ഇപ്പോൾ കഴിഞ്ഞത് ഒരു വർഷം എന്താണ് സബ്ജക്റ്റ് വൈസിൽ നിന്ന് കുറച്ചും കൂടെ പെഡഗോഗി സെഷനിലേക്കാണ് ക്വസ്റ്റൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത് അല്ലേ? അങ്ങനെ ഉണ്ടാവുക. ഫസ്റ്റ് ഹാഫ് സബ്ജക്റ്റ്, പിന്നെ ബാക്കിയുള്ളതിൽ കുറച്ച് പെഡഗോഗി സെഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ഈ ബാക്കി 40 ക്വസ്റ്റൻ എന്ന് പറയാൻ കഴിയും നമ്മളൊരു 37 ക്വസ്റ്റൻസോളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിലൊരു 30 മാർക്കിനടുത്ത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ നിങ്ങൾ നോക്കിയാൽ എറൗണ്ട് നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റും? 80, 40, 30, 70 തന്നെ 70+ മാർക്കുണ്ട്, ഹൈ മാർക്കായി. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു 50+ അല്ലെങ്കിൽ ഒരു 60 അറൗണ്ട് മാർക്കിലേക്ക് നിങ്ങൾ എത്തണം. ഓക്കെ, ആ രീതിയിൽ തന്നെ പഠിക്കുക എന്ന് വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒത്തിരി സിമ്പിളായിട്ടുള്ള ക്വസ്റ്റൻ അടുത്താവണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ഇത് സിമ്പിളാണല്ലോ എന്നുള്ളതുകൊണ്ട് ഇവിടെ മടക്കി വെച്ചിട്ട് അത് സിമ്പിളായിരിക്കും എന്നുള്ള ഊഹങ്ങളൊന്നുമില്ല. ഒരു വർഷം നമുക്ക് ടഫായിരിക്കും. അതുകൊണ്ട് മാക്സിമം എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്താണ് SCRT തന്നെയാണ് ഇതിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഒന്നും പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഒന്നും പഠിച്ചിട്ടില്ല ഇതുവരെ സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, SCRT ലെവൽ ഒരു 5ാം ക്ലാസ് മുതൽ 10ലേക്ക് പോവുക. അതിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് 5ാം ക്ലാസ് മുതൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, സമയം തീരെയില്ലെങ്കിൽ 9, 10, 8, 9, 10ൻ്റെ ടെക്സ്റ്റ് ബുക്ക് സോഷ്യൽ മാത്രം പഠിക്കുക. ഓക്കെ, ഞാൻ ലാസ്റ്റ് ചാൻസുള്ളവർക്കാണ് പറയുന്നത്. ഇനി ചില തിരക്കുകളോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളോ കൊണ്ട് എനിക്കും പഠിക്കാൻ തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു ട്രാക്കിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ 8, 9, 10ൻ്റെ സോഷ്യൽ സയൻസ് ക്ലിയർ ആയിട്ട് പഠിക്കും. അത് ടെക്സ്റ്റ് ബുക്ക് തന്നെ പഠിക്കണം. വെറുതെ നമ്മൾ ചെയ്തോ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്തോയിട്ടുള്ള ക്വസ്റ്റൻ ആൻസർ നോക്കാതെ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് വായിക്കുക. എന്നിട്ട് മാത്രം ഇതുപോലുള്ള ക്വസ്റ്റൻ ആൻസർ വീഡിയോ കാണുക. ഓക്കെ, എന്നിരുന്നാൽ മാത്രമേ കിട്ടും.
വായിക്കുന്ന വെച്ചാൽ വെറുതെ വായിച്ച് പോയാൽ സ്കോർ ചെയ്യാനും കഴിയില്ല. അതിൽ ഓരോ പോയിന്റ് ബൈ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാം. ക്ലിയർ ആണോ? അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആരും അങ്ങനെ ചോദിക്കില്ല എസ് സി ആർ ടി മാത്രം പഠിച്ചാൽ പോലെ, സാറിലെ പറഞ്ഞത് എസ് സി ആർ ടി മാത്രം പഠിച്ചാൽ മതി, സാറിലെ പറഞ്ഞത് എന്താണ് സൈക്കോളജി പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ മതി, അങ്ങനെ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇതും ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞത്. ഓക്കെ, അത് ചെറിയൊരു തെറ്റുകാരൻ നിങ്ങൾക്ക് സംഭവിച്ചാണ്. ഞാനങ്ങനെ പറയാൻ കാരണം ഒരുപാട് പേര് അങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇതിൽ കിട്ടിയ എത്രത്തോളം മാർക്കോട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ദിവസം നമുക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് വരാം. താങ്ക് യു.